രാജ്യത്തെ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഒരു തരംഗമുണ്ടെന്നും ആ തരംഗം ബിജെപി വിരുദ്ധമാണെന്നും ഫോർവേഡ് ബ്ലോക്ക് ദേശീയ സെക്രട്ടറി ജി ദേവരാജൻ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയിലെ ഈ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും ഒരു തരംഗമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു തരംഗമുണ്ട്. ആ തരംഗം ബിജെപി വിരുദ്ധ തരംഗമാണ്. രാജ്യവ്യാപകമായി ഒരു ബിജെപി വിരുദ്ധ തരംഗം ഒരു അടിയൊഴുക്ക് പോലെ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും നല്ല തെളിവാണ് ഈ CSDSന്റെ സർവേ. നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചതുപോലെയുള്ള കാര്യങ്ങളല്ല സർവേയിലൂടെ പുറത്തു വന്നത്. 50% ആളുകൾ ഈ രാജ്യത്തെ ഇപ്പോൾ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് തൊഴിലില്ലായ്മയും വിലക്കയറ്റവുമാണ് അവരെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട വിഷയമെന്നാണ്. കേവലം 9% ആളുകൾ മാത്രമാണ് ഈ രാമക്ഷേത്ര നിർമ്മാണം, പൗരത്വത്തിനുള്ള അടിസ്ഥാനം മതമാണ് എന്നുള്ള നിയമനിർമ്മാണം തുടങ്ങിയതൊക്കെ ചർച്ചയാവുന്നതെന്ന് കരുതുന്നത് ഒരു 9%. ബാക്കി നല്ലൊരു പക്ഷം ആളുകളും ജനകീയ വിഷയങ്ങൾ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ കാരണമെന്ന് പറയുന്നത്. തൊഴിലില്ലായ്മ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അത് വ്യാപകമായി ചെറുപ്പക്കാരുടെയും വിശേഷിച്ചും വടക്കേ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ചെറുപ്പക്കാർ പരസ്യമായി തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ BJPക്കെതിരായിട്ടുള്ള ഒരു വിരുദ്ധ വികാരം രാജ്യത്തെമ്പാടും അലയടിക്കുന്നു. ജവഹർലാൽ നെഹ്റു മുതൽ ഡോക്ടർ മൻമോഹൻ സിംഗ് വരെയുള്ള 14 പ്രധാനമന്ത്രിമാർ രാജ്യം ഭരിച്ച 62 വർഷം കൊണ്ടുണ്ടായ കടം 55 ലക്ഷം കോടി രൂപയായിരുന്നു. എന്നാൽ കഴിഞ്ഞ 10 വർഷം കൊണ്ട് മോദി സർക്കാർ പൊതുകടം 205 ലക്ഷം കോടിയാക്കി മാറ്റിയെന്ന് ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്ക് ദേശീയ ജനറൽ സെക്രട്ടറി ജി ദേവരാജൻ പറഞ്ഞു. 8 വർഷം കൊണ്ട് പിണറായി സർക്കാർ കേരളത്തിന്റെ പൊതുകടം 4.29 ലക്ഷം കോടി രൂപയാക്കി വർദ്ധിപ്പിച്ചു. രാജ്യത്തെ ഏറ്റവും ഉയർന്ന വസ്തുക്കരവും വീട്ടുകരവും വെള്ളച്ചാർജും കറണ്ട് ചാർജും ഇന്ധന സെസ്സും മദ്യനികുതിയും പിരിച്ചെടുത്തിട്ടും നിത്യച്ചെലവുകൾക്ക് കടമെടുക്കേണ്ടി വരുന്നത് ധനകാര്യ പിടിപ്പുകേടാണെന്നും ദേവരാജൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ടി മനോജ് കുമാർ, ജില്ലാ സെക്രട്ടറി രാംദാസ് വേങ്ങേരി, സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് സാം ഐസക് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഇറാൻ പിടിച്ചെടുത്ത ഇസ്രായേലിന്റെ MSC ഏരീസ് ചരക്കുകപ്പലിന്റെ സെക്കൻഡ്